ഒരു മലയാളി യു കെയിൽ വന്നാൽ ആദ്യം അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു PR കിട്ടുക അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ PR സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള യാത്ര നമുക്കറിയാം ഏകദേശം കുറേ വർഷങ്ങളാണ് എടുക്കും. അപ്പോൾ ഈ യാത്രക്കിടയിൽ പല പ്രശ്നങ്ങളിലും നമ്മൾ ചെന്ന് പെടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ നമ്മൾ ചെന്ന് പെടാൻ പറ്റിയ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം സാധ്യതകൾ ഉള്ളത്, അതിൽ നിന്ന് എങ്ങനെ നമുക്കത് എന്തൊക്കെ ചെയ്യാം, അതിൽ നിന്നൊന്ന് കരകയറാനായിട്ട്. PR-ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് ചോദ്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസിൽ പെട്ടിട്ടുണ്ടോ, കൺവിക്ഷൻ ആയിട്ടുണ്ടോ, കോടതിയിൽ നിന്ന് വല്ല ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് PR-ലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇതിലൊന്നും പെടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒഫൻസ് എന്ന് പറയുമ്പോഴേ ഈ ഒഫൻസ് എന്തൊക്കെ തരത്തിലുള്ള ഒഫൻസ്? ഡ്രൈവിംഗ് ഒഫൻസ് മുതൽ ഏത് വലിയ ഒഫൻസ് ആണെങ്കിലും അതൊക്കെ PR-നെ ബാധിക്കാം. ഡ്രൈവിംഗ് ഒഫൻസ് ഒക്കെ പിന്നെ ഡിസ്ക്ലോസ് ചെയ്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വലിയ ഒഫൻസുകൾ വരുമ്പോൾ ചില ഒഫൻസ് PR കിട്ടാത്ത ഒഫൻസ് ഉണ്ട് ഇവിടെ. മറ്റു പലതും എങ്ങനെയാണെന്ന് വെച്ചാൽ PR കിട്ടും, ഒരുവിധ ഒഫൻസിനൊക്കെ PR കിട്ടും, പക്ഷെ സിറ്റിസൺഷിപ്പ് കിട്ടില്ല. സാധാരണഗതിയിലുള്ള ഒരാൾ വർക്ക് വിസ എന്നൊക്കെ മാറുന്ന ഒരാളാകുമ്പോൾ 1 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ PR കിട്ടും, പക്ഷേ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓരോ ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഇത്ര വർഷം കഴിയണം സ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്നുള്ളതുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് ഒഫൻസിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെ ഡ്രൈവിംഗ് ഒഫൻസ്, ഇപ്പം നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞപ്പോൾ ഒരു റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യാം, അതൊക്കെ ഡ്രൈവിംഗ് ഒഫൻസ് ആയിട്ട് വരും. അപ്പം ഇത്തരത്തിലുള്ള ഈ ചെറിയ ഒഫൻസുകൾ പ്രശ്നമുണ്ടോ, അതോ ഏതൊക്കെ ടൈപ്പിലുള്ള ഒഫൻസാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക? ഡ്രൈവിംഗ് ഒഫൻസിനെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ സ്പീഡിങ്, അതേപോലെ റെഡ് ലൈറ്റ്, ഇതൊക്കെ PR കിട്ടും, പക്ഷേ ഡിസ്ക്ലോസ് ചെയ്യണം. PR കിട്ടും, പക്ഷേ സിറ്റിസൺഷിപ്പിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒഫൻസിനൊന്നും. പക്ഷെ ഒരു ഡ്രങ്കൻ ഡ്രൈവിംഗ് വന്നു വിചാരിച്ചു, ഡ്രങ്കൻ ഡ്രൈവിംഗ് വരുമ്പോൾ അപ്പോഴും PR കിട്ടുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ സിറ്റിസൺഷിപ്പ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. അതിന് പിന്നെ ഇതിൻ്റെ സ്പെൻഡ് ചെയ്യുന്ന കാലാവധി കുറച്ച് കൂടുതലാണ് ഏത് സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതിന് വേണ്ടി കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അതെനിക്കൊന്ന് നല്ലൊരു ഇൻഫർമേഷൻ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് നല്ല സാധ്യത കൂടുതലുള്ളതാണ് തീർച്ചയായും. കാരണം എപ്പോഴും നമ്മൾ കള്ളുപിടിക്കുമ്പോൾ കോൺഫിഡൻസ്, അപ്പോൾ ആ ധൈര്യത്തിൽ വണ്ടി ഓടിക്കാന്നുള്ളൊരു വിശ്വാസമുണ്ട്. 1 പ്രാവശ്യം ചെയ്യുമ്പോൾ ഓക്കെയാണ്, 2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഓക്കെയാണ് ഒഫൻസ് വരുന്നവരെ, അല്ലേ? അത് ശരിക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ എനിക്ക് തന്നെ അറിയാവുന്ന കുറേ കേസസ് ഉണ്ട്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ പ്രശ്നം ഉണ്ടാവും? ഡൊമസ്റ്റിക് വയലൻസ് തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്, തീർച്ചയായിട്ടും. അത് ഇതേപോലെ കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സാധാരണ ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് വന്നു, കോടതി ഇയാൾ ശിക്ഷിച്ചെന്ന് വിചാരിച്ചു, PR ആയിട്ടില്ല. കോടതി ശിക്ഷിച്ചാൽ പിന്നെ ശിക്ഷ കഴിഞ്ഞാൽ കോടതി നേരെ ഡീപ്പോർട്ടേഷൻ ഓർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ഡീപ്പോർട്ടേഷൻ ഓർഡർ കൊടുത്താൽ അത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് മാത്രമല്ല മറ്റ് പല വലിയ കേസുകൾക്കും ഡീപ്പോർട്ടേഷൻ ഓർഡർ കൊടുക്കും. അപ്പോൾ ഡീപ്പോർട്ടേഷൻ ഓർഡർ കൊടുത്താൽ ഇയാൾ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ നേരെ ഡീപ്പോർട്ട് ചെയ്യാനാണ് പിന്നെ ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡീപ്പോർട്ടേഷൻ ഓർഡറിന് അപ്പീൽ റൈറ്റ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് റീസൺസ്, ഇപ്പോൾ കുട്ടികൾ ഇവിടെ ഉണ്ട്, ചെറിയ കുട്ടികളാണ്, പഠിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് റീസൺസ് വെച്ചിട്ട് പലരും കോടതിയിൽ പോകും. ചിലപ്പോൾ ആ ഭാര്യ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കോടതിയിൽ പോയാൽ ഡിഫൻസ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ഡീപ്പോർട്ടേഷൻ ക്യാൻസൽ ആക്കിയെന്ന് വരാം. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം, ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് നമ്മളുടെ. അത് വലിയൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും അതിന്റെ ഒരു സീരിയസ്നെസ് അറിയില്ല. ഈ ഡൊമസ്റ്റിക് വയലൻസ് സീരിയസ്നെസ് അറിയില്ല. അപ്പോൾ ചിലരൊക്കെ നാട്ടിലത്തെ പോലെ ചിലപ്പോൾ അടിയും ഇതൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ ഇത് കേൾക്കുമ്പോൾ നേരെ പോലീസിനെ വിളിക്കും. ചിലപ്പോൾ ഈ വിക്ടിം ആയിരിക്കില്ല പോലീസിനെ വിളിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, പിള്ളേർ കരഞ്ഞു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അയൽവാസികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോലീസിനെ വിളിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും ഭാവിയിൽ PR-ന്റെ കാര്യങ്ങൾക്കും ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പിന്നെ വേറെ എന്ത് ഒഫൻസ് ഒക്കെ വരാം? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വഴിയിൽ മൂത്രം ഒഴിയുന്നു എന്ന് പറയുന്ന ഒരു ഒഫൻസ് ആണോ? അതൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യത? അല്ല, അതും ഒരു ഒഫൻസ് ആണ് ശരിക്കും. ഇപ്പോൾ ഹൈ സ്ട്രീറ്റിൽ ഇപ്പോൾ ഒരാൾ പരസ്യമായിട്ട് ഒരാൾ മൂത്രം ഒഴിച്ചു, തീർച്ചയായിട്ടും അതൊരു ഒഫൻസ് ആണ്. അതെ, അതൊക്കെ ശരിക്കും. കാരണം സാധാരണ അങ്ങനെ അധികം ആൾക്കാർ ചെയ്ത് കാണാറില്ല, എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാണ്. പക്ഷെ പോലീസ് കണ്ടാലും ഇല്ലെങ്കിലും അത് ഒഫൻസ് തന്നെയാണ്. അല്ല, പിടിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒഫൻസ് ഒന്നും അല്ല. പക്ഷെ അതെ, അതൊക്കെ ഫൈനില്, ഇപ്പൊ ലിറ്ററിംഗ് ഫൈനിന്റെ ഒക്കെ ഒരു രീതിയിൽ വരുന്ന ഒരു ഒഫൻസ് ആണ് വരുന്നത്. അപ്പം
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ മലയാളികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരിക്കും അപ്പൊ ഈ PR അല്ലെ സിറ്റിസൺഷിപ്പ് ജേർണിയിൽ ഇതിനപ്പുറം വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഈ പറയുന്ന ഒഫൻസുകൾ അല്ല അല്ലാതെ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് ഒരു PR കിട്ടണമെങ്കിൽ, സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ ഇപ്പം മറ്റു റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യണം. അതിപ്പോ വരുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു ക്രിമിനൽ കേസസിന്റെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് കേസിലൊന്നും പെടാതെ നോക്കുക. പിന്നെ അതേപോലെ കൗണ്ടി കോർട്ട് ജഡ്ജ്മെന്റ് വരുന്നുണ്ടോ എന്നുള്ളത് മെയിനായിട്ട് നോക്കണം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ മറ്റേ ഫോണ് അതേപോലെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് അടക്കാതെ വരുമ്പോഴും ഒക്കെ ചിലപ്പം ഇവര് കോടതിയിൽ അപ്രോച്ച് ചെയ്തിട്ട് ജഡ്ജ്മെന്റ് ആക്കും ചിലപ്പോൾ. അത് ശരിക്കും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അതൊക്കെ ഒഫൻസ് ആയിട്ട് അതും പിന്നെ ഇതിൽ ബാധിക്കുന്ന ഒരു കേസാണ് ശരിക്കും. പ്രത്യേകിച്ച് നമ്മൾ അഡ്രസ് ഒക്കെ മാറുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലെറ്റർ കിട്ടാതെ വരും. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വരുന്ന ക്ലയൻസ് ഒക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ സംശയം തോന്നുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ അതിന്റെ CCJ ചെക്ക് എന്നൊരു സംഭവമുണ്ട്. CCJ ചെക്ക് നടത്തി ഇതിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ, ഇയാളുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ചില ആൾക്കാർ സംശയം പ്രകടിപ്പിക്കും. ഇങ്ങനെ ഒരു ബാങ്കിനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ടെലിഫോൺ കമ്പനിയായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, അവര് നോട്ടീസ് അയച്ചിരുന്നു, പിന്നെ അവർ കേസ് കൊടുത്തോ ഇല്ലയെന്ന് അറിയില്ല, അഡ്രസ്സ് മാറി എന്നൊക്കെ പറയും. അങ്ങനെ നിൽക്കുന്ന കേസുകളിൽ ഞങ്ങൾ CCJ ചെക്ക് നടത്തും. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഈ ഡൊമസ്റ്റിക് വയലൻസിലേക്ക് തന്നെ ഒന്നുകൂടെ വരാം. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള സംഭവമായിട്ടാണ്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അത് ആ ഒരു ഒഫൻസോട് ഇപ്പോൾ ഭാര്യ വന്ന് പറയുന്നു അല്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറാനുള്ള സാധ്യത. അല്ല, അങ്ങനെയല്ല. അതായത് ഇവിടെ പെട്ടെന്ന് പോയിട്ട് ഒരു കേസ് പിൻവലിക്കാൻ പറ്റില്ല ഒരാൾക്ക്. നാട്ടിലൊക്കെ പല കേസുകളും ഓപ്പൺ കോർട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പല കേസുകളിലും സംഭവിക്കുന്നതാണ് ഇത്. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അപ്പോൾ ഭാര്യ പോലീസിനെ വിളിക്കും, പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഭാര്യക്ക് സാധ്യത മാറും, എങ്ങനെയെങ്കിലും ഈ കേസ് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിന് അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇവിടെ അങ്ങനെ പെട്ടെന്ന് ഒരു കേസ് പോയി വിഡ്രോ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ അടിക്കുന്നത് അതും വലിയ പ്രശ്നമാണ്. കാരണം കുട്ടികൾ സേഫ് അല്ല എന്ന് കണ്ടാൽ പിന്നെ സോഷ്യൽ സർവീസ് അവരെ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം. ആ വീട്ടിൽ അവർ സേഫ് അല്ല, ഈ രണ്ട് പാരന്റ്സിന്റെ ഇടയിൽ കുട്ടികൾ സേഫ് അല്ല എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ സോഷ്യൽ വർക്കേഴ്സ് അവരെ കൊണ്ടുപോകും. അത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഒരു ഫിസിക്കൽ അബ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അല്ല, ഫിസിക്കൽ അബ്യൂസ് വന്നാൽ ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയതായിട്ട് വരുന്ന ഒരുപാട് ഫാമിലീസ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കുട്ടികളെ ചിലപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഈ പാരന്റ്സിന്റെ ഇടയിൽ കുട്ടികൾ സേഫ് അല്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും. താങ്കളുടെ ഇത്രയും നാളത്തോടെ എക്സ്പീരിയൻസിൽ നമ്മളുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ പെടുന്ന ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അല്ല, മലയാളികൾ ഇതുവരെ ശരിക്ക് അധികം വലിയ ക്രിമിനൽ ഒഫൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു കാലം മുമ്പ് വരെ ഇങ്ങനെ ചെറിയ കേസുകളൊക്കെ ഉണ്ടാവുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഈടായിട്ട് പല വലിയ കേസുകളും മലയാളികൾ പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആണല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, ഉദാഹരണം പറഞ്ഞാൽ പല കേസുകളും, അതായത് മർഡർ കേസ് വരെ മലയാളികൾക്കിടയിൽ ന്യൂസ് കണ്ടിരുന്ന മലയാളികൾ മർഡർ കേസിൽ വരെ മലയാളികൾ തമ്മിൽ പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ ന്യൂസിൽ വായിച്ചതാണ്. തീർച്ചയായും. മറ്റേത് അങ്ങനെയൊന്നും ശരിക്കും മലയാളികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. കാരണം മലയാളി സമൂഹം അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പിന്നെ ഇതായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരിക്കും ഇതിനിപ്പോ ആൾക്കാർ വന്ന് കൂടുതൽ ആൾക്കാർ കൂടുതൽ ആവുന്നത് കൊണ്ടാവാം എന്ന് തന്നെ വേണം ആകാം. പിന്നെ ഓരോ സാഹചര്യങ്ങളും ഒക്കെയാണ് ഓരോരുത്തരുടേത്. ഇതൊക്കെ പലതും ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. അതോടൊപ്പം തന്നെ എന്തായാലും എന്താ പറയാ, നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത്, ഇവിടെ കുറെ സംഗതികൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളുടെ അവിടെ നിന്ന് വന്നിട്ടുള്ള ഇതിന്റെ പേരെന്താണ്, ഇതിനൊരു പേര് പറയല്ലോ, ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ നിരന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹം ഒരു ട്രാവൽ എന്തൂസിയാസ്റ്റും കൂടെയാണ്. ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഈ സോളിസിറ്റിംഗ് പരിപാടിക്കൊക്കെ സമയമുണ്ടോ? അതെ, ഇതൊക്കെ വീക്കെൻഡിൽ ഒക്കെ യാത്ര ചെയ്യുന്നതാണ് അധികം. കാരണം ഇതൊക്കെ അധികം നമുക്ക് യൂറോപ്പ് ഒന്ന് പോയി വരണമെങ്കിൽ ഒരു വീക്കെൻഡ് മതി. ഒരു 2 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരാം. എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? രാജ്യങ്ങൾ ഒരു ഏകദേശം ഒരു 30 രാജ്യങ്ങൾ അത്രേ ആയിട്ടുള്ളൂ. 30 രാജ്യങ്ങൾ അത്രേ ആയിട്ടുള്ളൂ. കൂടുതൽ യൂറോപ്പ് തന്നെയാണ്. കൂടുതൽ യൂറോപ്പും പിന്നെ US-ഉം നമ്മുടെ ഇതിനനുസരിച്ച് പല സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക എല്ലാം പോയിട്ടുണ്ടോ? അമേരിക്ക, കാനഡയും US-ലൊക്കെ പോയിട്ടുണ്ട്. അർജന്റീന, ബ്രസീലൊന്നും പോയിട്ടുണ്ട്. അതിനൊക്കെ കൂടുതൽ ദിവസം വേണം. തീർച്ചയായിട്ടും കൂടുതൽ ദിവസങ്ങൾ വേണം. അപ്പൊ അങ്ങനെ പോകണം തീരുമാനിച്ചിട്ടില്ല. അതല്ലേ ഈ സോളിസിറ്റിംഗ് ജോലിയിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്തായിരിക്കും?
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നമ്മുടെ ഈ ട്രയൽ കോർട്ടിൽ പോകുക എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കോടതിയിൽ പോയി കേസ് നടത്തുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അത് ഏതൊരു വക്കീലിനും അതെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ട്രയൽ കോർട്ടിൽ പോയി കേസ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അഫ്സൽ ഭായിനെ പണ്ടേ അറിയാം, ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, നമ്മുടെ പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഞങ്ങളെ ഇവിടെ വിളിച്ചതിലും ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തതിലും ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചതിലും ഞങ്ങളുടെ ടൈ പ്രേക്ഷകർക്ക് കുറേ അറിവുകൾ പകർന്നു കൊടുത്തതിലും ഒത്തിരി 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 നന്ദി. താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് ഇരിക്കാം അല്ലേ? ഷുവർ, തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, താങ്ക് യു.